ഹായ് ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പാലക്കാട് മലമ്പുഴ ഡാമിലാണ്. ഇപ്പോൾ ഡാം ഓപ്പൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വൈബ് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഉണ്ടോ ഗൈസ്? കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മലമ്പുഴ ഡാമിലോട്ട് വരുന്നത്. എപ്പോഴും ഡാമിലോട്ട് വരില്ല, നേരെ കവയിലോട്ട് പോകും, തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ എപ്പോഴും എങ്ങനെയായിരുന്നു, കുറേ നടക്കണം, ക്ഷീണമാണ്, പറ്റില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡാമിലോട്ട് കയറിയത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഡാം തുറന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. അതുപോലെ ഒരു ചെറിയൊരു മഴയും ഒരു മൂടിയ കാലാവസ്ഥയും വൈബ് തന്നെയായിരുന്നു. ഇന്ന് ഡാമിലോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടമായി പോയെന്ന് തോന്നിയൊരു ദിവസം കൂടിയായിരുന്നു. അങ്ങനെ നേരെ ഞാൻ തൂക്കുവലത്തിലോട്ട് പോയി. തൂക്കുവലത്തിലോട്ട് വന്ന് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് നടന്നു. കാരണം ചെറിയൊരു ഷെയ്ക്കൊക്കെ ആയിട്ട് തൂക്കുവലത്തിലോട്ട് അങ്ങനെ നടക്കുമ്പോൾ അതൊരു വേറൊരു ഫീല് തന്നെയാണ്. അതുപോലെ തൂക്കുവലത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡാമിലോട്ട് നോക്കുന്നൊരു വ്യൂ, അതും നല്ലൊരു അനുഭവമുള്ളൊരു കാര്യമാണ്. നോക്കിയവർക്ക് മനസ്സിലാവും. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിന്ന ശേഷം ഞാൻ നേരെ പോയത് മലമ്പുഴയിൽ യക്ഷിനെ കാണാനായിരുന്നു. അതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ റോപ്പ് വേ കണ്ടത്. അപ്പോൾ റോപ്പ് വേയിൽ കയറണമെങ്കിൽ നമുക്ക് എന്തായാലും ഡാമിൻ്റെ പുറത്ത് വേണം. അപ്പോൾ ഞാൻ എന്തായാലും അതിപ്പോൾ കയറിയില്ല. നേരെ പോയത് മലമ്പുഴയിൽ യക്ഷിനെ കാണാനായിരുന്നു. അങ്ങനെ യക്ഷിയും കണ്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ നടക്കുന്നതിനൊരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഡാമിൻ്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ആ ഷോർട്ട് കട്ട് മുമ്പിൽ വന്ന് ചാടിയത്. നേരെ ആ വഴി നേരെ ഡാമിൻ്റെ മുകളിലോട്ട് കയറി. ഡാമിൻ്റെ മുകളിൽ വെച്ചപ്പോൾ അത് അതിനേക്കാളും അടിപൊളി വ്യൂ, മലയും മേഘങ്ങളും ഡാമിലെ വെള്ളമൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു. അല്ലെങ്കിൽ അടിപൊളി ഒരു ഫീൽ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു അത്. പിന്നെ നേരെ പോയത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ മോൾ വശത്തു നിന്ന് നോക്കാനായിരുന്നു. ചെറിയൊരു രീതിയിൽ ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിലും വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ ഞാൻ നേരെ പോകാൻ തീരുമാനിച്ചത് നേരെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലോട്ടായിരുന്നു. പോകുന്ന വഴിയാണ് ഈ സാധനം കണ്ടത്. ഇത് പണ്ട് മുതലുള്ള സംശയമാണ്, ഇത് എന്തിനാണ് പകുതി പണി തീർത്തിട്ടിരിക്കുന്നത് എന്നുള്ളത്. ശരി, എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നേരെ ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയി. ചിൽഡ്രൻസ് പാർക്കിൽ പോയപ്പോൾ തന്നെ എനിക്ക് നൊസ്റ്റാൾജിയ ആയിരുന്നു. കാരണം ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ മലമ്പുഴയിലോട്ട് ടൂർ വരുന്നത്. ആദ്യമായിട്ട് മലമ്പുഴയിലോട്ട് വരുന്നത് അന്നാണ്. അന്ന് ഈ ചിൽഡ്രൻസ് പാർക്ക് നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. അതുപോലെ ഈ ഒരു ട്രെയിനും അന്ന് റണ്ണിങ് കണ്ടീഷനായിരുന്നു. അന്ന് ഇതിലെല്ലാം കയറി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിതൊന്നും ഓടാതെ കിടക്കണ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുപോലെ ഈ സ്ലൈഡറിലൊക്കെ ക്യൂ നിന്നിട്ടായിരുന്നു അന്ന് സ്ലൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തിരക്കില്ല, ബഹളമില്ല. നിങ്ങൾ ജനിച്ചത് 90s, നിങ്ങൾ പഠിച്ചത് പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും സ്കൂളിൽ നിന്ന് ടൂർ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ വന്നിട്ടുള്ള ആർക്കും ഈ ഒരു കാഴ്ച കാണുമ്പോൾ മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഊഞ്ഞാലുകളിലൊക്കെ അന്ന് തിരക്കുള്ളൊരു സമയമായിരുന്നു. ക്യൂ നിന്നിട്ടായിരുന്നു അത് ഊഞ്ഞാലാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ചെയറുകൾ, ഇതൊന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പല സംഭവങ്ങളും ഇപ്പോൾ ഇതിൽ വർക്കിംഗ് അല്ല. എന്നിരുന്നാൽ പോലും ഈ സംഭവം കാണുമ്പോഴായിരുന്നു കുട്ടികളുടെ തിരക്ക് കാരണം പണ്ട് ഇതിനകത്തോട്ടൊന്നും കയറാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്യൂ ആയിരുന്നു ഒന്ന്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിലും എപ്പോഴും കുട്ടികളുടെ തിരക്കായിരുന്നു. ഇന്ന് ആരും അവിടെ ഇല്ല. അതുപോലെ ഈ ഒരു ആർച്ചിനുള്ളിലോട്ട് കയറുമ്പോഴും മഴയൊക്കെ പെയ്യുമ്പോൾ വന്ന് ഞങ്ങൾ ഇതിനകത്തോട്ട് വന്ന് നിൽക്കുകയായിരുന്നു, തണലിനൊക്കെ വേണ്ടിയിട്ടും. നല്ലൊരു ഫീൽ കിട്ടുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. ഒന്നും മാറിയിട്ടില്ല, എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും വർക്കിംഗ് കണ്ടീഷനിലല്ല. പലതും തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്, പലതും ഓടുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ ആ നൊസ്റ്റാൾജിയൊക്കെ ആസ്വദിച്ച ശേഷം ഞാൻ അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കണ്ടത്. ഈ ഒരു ട്രെയിനും പണ്ട് ഓടുമായിരുന്നു. ഇതിനകത്ത് ബാക്കിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഓടുന്നില്ല, അത് നിലച്ചവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.